ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിനും പിന്നാലെ ഉത്തരമുട്ടിയ താരാസംഘടനയായ അമ്മയിൽ നിന്നും കൂട്ടരാജി. അമ്മയുടെ ഭരണസമിതിയെ പിരിച്ചുവിട്ടു. മോഹൻലാൽ പ്രസിഡന്റായിട്ടുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന 8ാം ദിവസമാണ് അമ്മയിലെ കൂട്ടരാജി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ നിയമിച്ച സമിതിയാണ് ഹേമ കമ്മിറ്റി. ഈ റിപ്പോർട്ടിനെ പിൻപറ്റി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. മാത്രമല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തും ഒഴിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത്. ചൊവ്വാഴ്ച രാവിലെ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് രാജി സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെതായ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായ സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും. രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പായിരുന്നു ഇത്. അഡ്ഹോക് കമ്മിറ്റി ഉടൻ നിലവിൽ വരും. നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയായി തുടരാനാണ് തീരുമാനം. പുതിയ ഭരണസമിതി 2 മാസത്തിനുള്ളിൽ നിലവിൽ വരുമെന്നാണ് രാജിയുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ ഭാരവാഹികൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ് നേരത്തെ രാജിവെച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതല നൽകാനിരുന്ന ബാബുരാജിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു. ഇതോടെ താരസംഘടന കടുത്ത സമ്മർദ്ദത്തിലായി. തുടർന്ന് വിശദീകരണം നൽകാൻ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അസൗകര്യം മൂലം എത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ അറിയിച്ചു. തുടർന്ന് സംഘടനയുടെ തലപ്പത്തേക്ക് നടൻ ജഗദീഷിന്റെ പേര് ഉയർന്നു കേൾക്കുകയും ചെയ്തു. ഒരു വനിതാ ജനറൽ സെക്രട്ടറി എന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് സംഘടനയിലെ കൂട്ടരാജിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പിരിച്ചുവിടലും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും മറ്റു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്തിട്ടും താരസംഘടനാ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ പ്രതികരിച്ചിരുന്നില്ല. റിപ്പോർട്ട് സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് അമ്മയുടെ നിലപാട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹത്തിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ട ഗതികേടുണ്ടായി. എന്നിട്ടും മോഹൻലാൽ പ്രതികരിക്കാനോ അഭിപ്രായം രേഖപ്പെടുത്താനോ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അമ്മയുടെ നിലപാടിനെതിരെ സംഘടനയ്ക്കകത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. നടൻ ജഗദീഷും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. വിഷയത്തിലെ പരസ്യ പ്രകടനവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയത് അമ്മയിൽ സംഭവിച്ച ഭിന്നത മറനീക്കി പുറത്തു വന്നതിന്റെ ഉദാഹരണമായി. ജയൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് നടൻ പൃഥ്വിരാജും കഴിഞ്ഞ ദിവസം തുറന്നടിക്കുകയും ചെയ്തു.